വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നുണ്ടല്ലോ, ഇന്നൊരു നല്ലൊരു സൺഡേ ആണ്. എല്ലാവരും വീട്ടിലുണ്ട്, ഗോപു ഉണ്ട്. ഇതാണ് നമ്മുടെ ഫുക്രു കേട്ടോ, 2-2.5 വയസ്സുള്ള നമ്മുടെ ഫുക്രാപ്പി. അപ്പം ഇന്ന് നമ്മള് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്, തലശ്ശേരി സ്റ്റൈൽ. അപ്പം ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും വരും. അപ്പം ആ വിശേഷമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ഞാൻ 1 കിലോ പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ഗ്ലാസ് കൈമ റൈസ്, ജീരക സാമ്പാർ അല്ലെങ്കിൽ ജീരകശാല സെയിം റൈസാണ് തോന്നുന്നത്. അതൊക്കെ നമ്മൾ ഇത്രയും സൈസുള്ള ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുതാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അത്യാവശ്യം എരിവുള്ള മുളകാട്ടോ. നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന നല്ല ഉണ്ട മുളകാണ്. അത് 3 എടുത്തിട്ടുള്ളൂ. മറ്റേ ഇവിടെ വാങ്ങണ മുളകൊക്കെ ആണെങ്കിൽ കുറേ എടുക്കാറുണ്ട്, 4-5 എടുക്കാറുണ്ട്. ഇത് ഞാൻ എരി കൂട്ടുണ്ടാകുന്ന വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സ്പൈസ് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. പിന്നെ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ പുതിനയും മല്ലിയും ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ണ് നിറയും. ഓക്കെ, അപ്പോൾ ഈ കണ്ണ് നിറയുന്ന കാരണം സവാള അരിയിൽ വലിയ ടാസ്ക് ആണല്ലോ. അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഇലക്ട്രിക്കിൻ്റെ ചോപ്പർ ഉപയോഗിക്കും. ഞാനുണ്ടല്ലോ ഇതിപ്പോൾ വാങ്ങിച്ചേക്കുന്നുണ്ടല്ലോ PGൻ്റെ ചോപ്പറാണ്. ഇത് ഇലക്ട്രിക്കാണ്, നമുക്ക് ഇവിടെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. ഇതുണ്ടല്ലോ കാണിച്ചിട്ട്, ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് വയ്ക്കുക, അടയ്ക്കുക. ഓക്കെ, ഇതിന് മുകളിൽ വയ്ക്കുക. ഇതാണ് ചാർജ് ചെയ്യണ പാട്ടുള്ളത്, അത് മുകളിൽ വയ്ക്കുക. എന്നിട്ടുണ്ടല്ലോ സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് എനിക്ക് തോന്നണേ 650-600 എന്തോ ആയിരുന്നു. ഞാൻ ചെറിയ സൈസാണ് വാങ്ങിച്ചത്, ഒരു ട്രയൽ പോലെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നമ്മൾ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട. ഈ റൈസ് വയ്ക്കുമ്പോൾ അതിൽ നമ്മളിതൊക്കെ ഇടും കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്യുക, അതിൽ നമ്മളിതൊക്കെ ഇടുന്നതായിരിക്കും. ഒനിയൻ 3 കേട്ടോ. ഞാനൊരു ഒരെണ്ണം എക്സ്ട്രാ എടുത്തിരുന്നു, എനിക്ക് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് ചോപ്പ് ചെയ്തിരുന്നു. ഒനിയൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ചില്ലിയും അതിലൂടെ തന്നെ അത്യാവശ്യം ക്രഷ് ചെയ്തിട്ട് ഇട്ടേക്കാം കേട്ടോ. അവർ കളിക്കണേ, അവരവിടെ സുഗന്ധനീവി വന്നിട്ടുണ്ട്. അപ്പൊ ഫുക്രു അവരോട് നല്ല കളി. കുറച്ച് വേഗത്തിൽ വേണ്ട നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ചെറിയ സ്പൂൺ ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മസാല പ്രോൺസ് ഇട്ടുമ്പോൾ നോക്കിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യും. ഇപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സവാള വാടുമ്പോൾ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങോട്ട് വാടിക്കോളും. 2 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. റൈസ് ഇത് ആവണ സമയത്ത് നമുക്ക് റൈസ് വെക്കാം കേട്ടോ. റൈസ് ഗീ റൈസായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണേ. കുറച്ച് ഗീ. ഇനി ഇതിലേക്ക് നമ്മൾ പട്ട, ഇത് റൈസ് ആകുമ്പോൾ ഞാനൊരു 1-2 പട്ട ഇടുന്നുണ്ട്. ഇതിലേക്ക് ഈ മസാലയിലും ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, പട്ടയും ഇതൊക്കെ. പിന്നെ കുറച്ച് ഗ്രാമ്പൂ കുറച്ചധികം ഇടാം. പിന്നെ നല്ല മണത്തിന് നമ്മുടെ ബേ ലീവ്സ്, ഇതും ഒരു 2 ഇടാം. ഓക്കെ, ഈ സൈസ് ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് ഇട്ടത്. അപ്പം അതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം തിളയ്ക്കണ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അരി ഇട്ടേണ്ട ഒന്നുകൂടി ഉപ്പ് നോക്കണം കേട്ടോ. ഒട്ടുമിക്കവാറും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഈ പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് അതിൽ റൈസ് ഇട്ട് റൈസ് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യും. ആ റൈസ് ഫ്രൈ ആയിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും, ഗീയിൽ റൈസ് ഫ്രൈ ആവും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് തിളച്ച വെള്ളം ഒഴിക്കുക. ഞാൻ വീണ്ടും എളുപ്പപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ചെയ്താലും ഇങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ ഗീയിലോട്ട് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ആ വെള്ളം ഇതിലേക്കാണ് തിളച്ചിട്ട് അതിലേക്കാണ് അരി ഇടുക. അരി ഞാനുണ്ടല്ലോ, ഇത് ഓൾറെഡി ഇപ്പോൾ 2 കപ്പ് അരി, 2 ഗ്ലാസ് അരി നന്നായിട്ട് വാഷ് ചെയ്ത് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ട് ഇത് സോക്ക് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തേക്കണേ. അപ്പോൾ അരി നന്നായിട്ട് സോഫ്റ്റ് ആവണം. നമ്മളെന്തായാലും എനിക്കങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ടൊന്ന് സോക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടാം നമുക്ക്.
ഇപ്പം അത്യാവശ്യം മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്തതിൻ്റെ നന്നായിട്ട് ഫ്രൈ ആയതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇടാം. ഒരു 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണോളം മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നമ്മൾ ബിരിയാണിയിൽ അങ്ങനെ ഇടില്ല കേട്ടോ, ഞാൻ ഇടാറില്ല. ഇത് ഗരം മസാലയാണ്, ഇതൊരു 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇപ്പം ഉണ്ടല്ലോ, നമ്മൾ ഈയിടെയായിട്ട് മട്ടൻ മസാല എന്ത് മസാല ഐറ്റമാണെങ്കിലും ഇടും, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ചിക്കൻ മസാലനേക്കാളും അത് ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല, മിക്കവാറും ആച്ചി അല്ലെങ്കിൽ ശക്തിയൊക്കെയാണ് നമ്മളിവിടെ ബാംഗ്ലൂർ വാങ്ങണം. ഭയങ്കര ഒരു ഫ്ലേവറാണ് അത്. ഗരം മസാല ഇട്ടിട്ട് എന്തായാലും മട്ടൻ മസാല ഇടാൻ പോകണം. ഇപ്പം നമ്മളില്ലാത്ത എല്ലാ മസാലക്കറിയിലും മട്ടൻ മസാല ഇടും കേട്ടോ. ഇത് ചെമ്മീനാണെങ്കിലും അല്ലേ, മട്ടൻ മസാല ഇട്ടിട്ട് പുളിക്കാം നമുക്ക്. ഓക്കെ, ഒരു 2 സ്പൂൺ ഇടാം. മസാല അല്ലേ ഇതിനെ കുറയ്ക്കണേ. ഗരം മസാല കുറച്ചിട്ടുള്ളൂ, മട്ടൻ മസാല കുറച്ചധികം ഇടാം. മസാല മണം പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് ഇളക്കാം. പിന്നെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ മെത്തേഡ് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ. ഒരു ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കാവൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതാണോ എളുപ്പത്തിന് ആ സമയത്ത് ഏതാണോ നമുക്ക് തോന്നുക അങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം. നന്നായിട്ട് വരാറുണ്ട് കേട്ടോ, ഒന്നും അങ്ങനെ കൊളാവാറില്ല. ഇതിപ്പോൾ നമ്മൾ ഒത്തൻറ്റിക് സ്റ്റൈലൊന്നും അല്ലെങ്കിലും ഇതിനതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും, അതെൻ്റെ ഗ്യാരണ്ടി. നമ്മുടെ വെള്ളം നന്നായി തിളച്ചു. അപ്പം നമുക്കിതിലേക്ക് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കണം കേട്ടോ, കാരണം എന്നാലാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കണം, അത് മസ്റ്റാണ്. അപ്പോഴാണ് നമുക്കത് വെന്ത് വരുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. ഇനി ഉണ്ടല്ലോ, ഇത് നമ്മൾ 10 മിനിറ്റ് മൂടിയിട്ട് വേവിക്കണം. അപ്പോൾ ഇതിന് ഈ എയർ ഒന്ന് പുറത്തേക്ക് വേണ്ടിക്കാൻ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം, ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിം ആക്കണം. തല നന്നായിട്ടായിട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുക. പുളിയില്ലാത്ത തൈര് ഇട്ടോ. ഇതൊക്കെ കൂടി വന്നാലാട്ടോ ആ ബിരിയാണിയുടെ ഒരു ഇതാവുള്ളൂ. മല്ലിയില, പുതിനയില, തൈര് അതൊക്കെ മാൻഡേറ്ററി ആട്ടോ. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഉണ്ടല്ലോ പ്രോൺസ് തല കളയാണ്ട് ഇഷ്ടം. എൻ്റെ വീട്ടിലൊക്കെ തല കളയും. സോ അതുകൊണ്ട് നമ്മൾ തല കളയാണ്ട് തന്നെ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചു. നമുക്ക് എന്തായാലും ഇത് കുറച്ച് നേരം ഒന്ന് ഹൈ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസും ആവും കേട്ടോ. റൈസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. മുകളിലേക്ക് റൈസ് നിരത്തുന്നു, ദം ചെയ്തു. അത്ര റൈസ് 10 മിനിറ്റോളായി, നമുക്കൊന്ന് നോക്കാം. ഓക്കേ, കൊള്ളാം, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഓക്കെ, റൈസ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി റൈസ് മറ്റേതിൻ്റെ മുകളിൽ എന്താ ചെയ്യുക, ലെയർ ചെയ്യാം. ഓക്കെ, പ്രോൺസ് നോക്കാം. അടിപൊളി മണം, പുളിയുള്ള വേണമെങ്കിൽ ഉണ്ടല്ലോ ഇതിന് മുകളിൽ കുറച്ച് ഒനിയൻസ്, ഫ്രൈഡ് ഒനിയൻ, മല്ലിയില, പുതിനയില, ഗരം മസാല ഒക്കെ ഇട്ടാൽ നല്ല ഒറിജിനൽ ബിരിയാണിയിലേക്ക് ലുക്കാവും. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യണം. പട്ടയും ഗ്രാമ്പൊക്കെ ഈ സമയത്ത് എടുത്ത് പുറത്തേക്ക് കളഞ്ഞാണ്ടല്ലോ, കഴിക്കുമ്പോൾ അത് ഇടൽ വരില്ല. ഓക്കെ ഓക്കെ, ഇങ്ങനത്തെ ഐറ്റംസ് നമുക്കിപ്പോൾ എടുത്ത് പുറത്തേക്കിടാം. ഓക്കെ, ബിരിയാണിയുടെ മാൻഡേറ്ററി റൈത്ത് ഉണ്ടാക്കാൻ പോകട്ടോ. നമ്മളിപ്പോൾ ഒനിയൻ, കുക്കുംബർ, ഉപ്പിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടി ഇടാന്നിരിക്കുന്നു, ഒരു ഫ്ലേവർ. ഓക്കെ, അത് രസമാണ് കേട്ടോ, തൈരിൽ കുക്കുംബറിൽ ആ ഒരു ഫ്ലേവർ വരുന്നു. നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ടേസ്റ്റ് കേട്ടോ, നല്ല ചൂടുണ്ട്. അടിപൊളി, ഞാൻ ഉണ്ടാക്കിയിട്ട് പറയണില്ല കേട്ടോ, കൊള്ളാം, ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട്. ഗോപനോട് ഗോപ വായിരിക്ക് ഇടുമ്പോഴല്ല ഫ്ലേവർ ഭയങ്കര
അതിന്റെ പ്രോൺസിന്റെ ഗ്രേവിയും പ്രോൺസ് ആണ് താരം. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ ചിലപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഡൗട്ട്. പ്രോൺസിന്റെ തന്നെയാണ് ഈ ടേസ്റ്റ് വന്നിട്ടുള്ളത്. ഗ്രേവി നന്നായിട്ട് ആ വെള്ളം ഇറങ്ങിയിട്ടില്ല, ആ വെള്ളം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കൊള്ളാം, ഹിറ്റാട്ടോ, സംഭവം ഹിറ്റാണ്. എളുപ്പമാണ്, കുറച്ച് സമയം എടുക്കും. ബിരിയാണി കുറച്ച് സമയം എടുക്കും, പക്ഷെ എളുപ്പമാണ്. എല്ലാവരും ചെയ്യണേക്കാൾ കുറച്ച് എളുപ്പമാണ്. പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല, അടിപൊളി. നമുക്ക് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബോയിൽഡ് എഗ് ഉണ്ട്, സാലഡ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. ഓക്കെ, அடிபொலி ஷீத்தல் வேற லெவலில் இருக்கு, சூப்பராக இருக்கு. எப்படி பெஸ்ட் ப்ரான் பிரியாணி.